സമൂഹ മാധ്യമങ്ങളിലൂടെ അനാവശ്യ വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കുന്നതിനെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ റിട്ടയർഡ് DGP-ആയ കൗൺസിലറായ ശ്രീലേഖ ഉണ്ടായിരുന്നിട്ടും അടുത്തേക്ക് പോയില്ല. ഇങ്ങനെയായിരുന്നു വിമർശനങ്ങളൊക്കെ ഉയർന്നത്. എന്നാൽ പോലീസ് സർവീസിൽ VVIP ചട്ടങ്ങൾ മാത്രം ശീലിച്ച തനിക്ക് അത് മാത്രമാണ് പരിചയം. BJP എന്ന പാർട്ടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെ അനാവശ്യ വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കുന്നതിനെതിരെയാണ് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ രംഗത്തെത്തിയത്. ഇന്നലെ പുത്തരിക്കണ്ട മൈതാനിയിൽ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് വേദിയിൽ ഉണ്ടായിരുന്നിട്ടും പോകാതിരുന്നത് മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അതൃപ്തി കൊണ്ടാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ നിലപാട് വിശദീകരിക്കുകയായിരുന്നു ശ്രീലേഖ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കും ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. താൻ എപ്പോഴും BJP-ക്കൊപ്പമാണ്. പോലീസ് ഉദ്യോഗസ്ഥയായി VVIP ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് താൻ പാലിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേദിയിൽ തനിക്ക് ഇരിപ്പിടം ലഭിച്ചത് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. രാഷ്ട്രീയം തനിക്ക് പുതിയതാണ്. 33 വർഷം ചെയ്തതും പരിചയിച്ചതും പോലീസ് ഉദ്യോഗസ്ഥയായാണ് എന്നും ശ്രീലേഖ പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.